അപ്പോൾ ഇന്നലെ നിങ്ങൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കബോർഡ് വൃത്തിയാക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അവിടെ മാത്രമല്ല, അതിൻ്റെ ഫ്രണ്ടിലൊരു മിററുണ്ട്, അത് നമ്മൾ നന്നായി തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കബോർഡിൻ്റെ മേളിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജനലിൻ്റെ പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറാണ്. ആ വൈറ്റ് കളർ മൊത്തം ബ്ലാക്ക് കളറായിപ്പോയി. അതുകൊണ്ട് അതും കൂടി ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളാണല്ലോ ഈ പൊടികളെല്ലാം ഇരിക്കുന്നത്. കാരണം ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല. പിന്നെ അതിൻ്റെ വെളിയിലുള്ള ജനൽപ്പാളികളാണെങ്കിലും ഒരു തവണ തുടച്ചപ്പോൾ തന്നെ നല്ല പൊടി അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നോക്കി, എൻ്റെ ദൈവമേ, ആ വെള്ള തുണി മൊത്തം കറുത്ത കളറായി. എന്നാൽ പിന്നെ ബാക്കി എല്ലാ ജനലുകളും കൂടെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വേണം ബാക്കി പണികളെല്ലാം ഇനിയും ചെയ്യാനായിട്ട്. ജനൽ ഏകദേശം വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ റൂമിൻ്റെ സൈഡിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു, അത് നിറയെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലുള്ള ആ ഭിത്തി പോലെ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുത്തു. അവിടെ എല്ലാം നല്ല പൊടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഈ വീട് മൊത്തം പൊടിയായിരുന്നു. സാധാരണ എല്ലാ ദിവസവും വൃത്തിയാക്കാറുള്ളതാണ്, പക്ഷേ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഡീപ്പ് ക്ലീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. പക്ഷേ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയാണല്ലോ ഇതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. അങ്ങനെ എന്നാലും നിർത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ തൂത്ത് വൃത്തിയാക്കി, തുടച്ചെല്ലാം വൃത്തിയാക്കി. ഒരു ജനലല്ല, വീട്ടിലെ എല്ലാ ജനലുകളും, അതായത് മേളത്തെ ഫ്ലോറിലുള്ള എല്ലാ ജനലുകളും ഞാൻ ഏകദേശം വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. കാരണം ഈ ജനലുകളുടെ എല്ലാം ഈ പാളിയിൽ, അതായത് ഈ ഗ്ലാസ് പോലുള്ള ഭാഗത്തൊക്കെ നല്ലതായിട്ട് പൊടി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഉപ്പേരിയുമായി എൻ്റെ ചേട്ടൻ വന്നു. പിന്നെ ആ ഉപ്പേരിയൊക്കെ ഒന്ന് കഴിച്ചിട്ട് പിന്നെ ബാക്കി ജനലുകളൊക്കെ തുടച്ചു. പിന്നെ അകത്തെ റൂമിലെ കബോർഡിനകത്ത് വരെ അഴുക്കുണ്ടാക്കുന്നു. അങ്ങനെ അഴുക്കെല്ലാം തുടച്ച് കഴിഞ്ഞ് തൂത്ത് വൃത്തിയാക്കി എടുത്തു. ആദ്യം തന്നെ നമ്മൾ ബാൽക്കണി വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ഓരോ റൂമായിട്ട് അവിടുത്തെ ബെഡ്ഷീറ്റെല്ലാം മാറ്റിയെടുത്തിട്ട് ബാക്കി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ പുതിയ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു. എന്നാലും സാരമില്ല, നമുക്കിതൊക്കെ ഒരു സന്തോഷമാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ കമ്പിളി പുതപ്പും കൂടെ അതിലൊന്ന് വിരിച്ചിട്ടപ്പോഴത്തേക്കും റൂമിൻ്റെ ലുക്ക് ആകെ ഒന്ന് മാറി. അങ്ങനെ പിന്നെ ആ റൂമിലുണ്ടായിരുന്ന വേസ്റ്റുകളും കൂടെ ഞാൻ തൂത്തുവാരി അങ്ങ് എടുത്ത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ റൂമിലെ വേസ്റ്റെല്ലാം തൂത്തുവാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു റൂം കൂടെ വൃത്തിയാക്കാനുണ്ട്. അപ്പം അവിടെ ഇവിടെയൊക്കെ കിടന്ന പൊടികളും അഴുക്കുകളും എല്ലാം ഞാൻ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ തൂക്കാനായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോയതാണ്. നിങ്ങൾ എന്നെ കാണുവാനില്ല, പക്ഷേ ഞാൻ ഇവിടെ എല്ലാം തൂത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ റൂമിൽ വന്നു. അവിടെയും കണ്ടില്ലേ, വേസ്റ്റൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ. ഇത്രയും വേസ്റ്റ് നമ്മളെന്നും തൂത്ത് വൃത്തിയാക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വീടൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ എന്തുമാത്രം പൊടിയുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പൊടിയെല്ലാം തൂത്തുവാരി എടുത്തു. ഇനിയും നമ്മുടെ റൂമിൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ കൂടെ പുതിയ ഷീറ്റ് വിരിച്ചേക്കാൻ തിരിച്ചു. 2 റൂമിലും ഒരേ കളറിൽ ഒരേപോലത്തെ ഷീറ്റാണ്. ഞാൻ പിന്നെ ഇനിയും കുറേ ഷീറ്റുകളൊക്കെ മീഷോയിൽ കണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാങ്ങണം. അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങളോട് പറയാം. അങ്ങനെ എൻ്റെ റൂമിൻ്റെ കോലമാകെ മാറ്റിയെടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ.